നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഹോസ്ദുർഗ് സബ് ജില്ലാ സ്കൂൾ കലോത്സവ സ്റ്റേജ് മത്സരങ്ങൾക്ക് മാലക്കല്ലിൽ 18-ന് തുടക്കമാവും. 3 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ 3500ഓളം പ്രതിഭകൾ മാറ്റുരയ്ക്കും. 71ാമത് സഹകരണ വാരാഘോഷത്തിന് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. ശിശുദിനാചരണം കാസർഗോഡ് ജില്ലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. KCB ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ജനറൽ ബോഡി യോഗം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്നു. ആർട്ട് ഫോറം കാഞ്ഞങ്ങാട് സംഘടിപ്പിക്കുന്ന നാടകോത്സവത്തിന് നവംബർ 17-ന് തുടക്കമാവും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കുട്ടി പോലീസ് സംഘം പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകളാണ് ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചുമട്ടുതൊഴിലാളികൾ കാഞ്ഞങ്ങാട് ക്ഷേമനിധി ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. അടോട്ട് ശ്രീ പണിക്കറച്ചൻ വീട് തറവാട് പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവം സമാപിച്ചു. വിഷ്ണുമൂർത്തി കെട്ടിയാടി. വാർത്തകൾ വിശദമായി. ഹോസ്ദുർഗ് സബ് ജില്ലാ സ്കൂൾ കലോത്സവ സ്റ്റേജ് മത്സരങ്ങൾക്ക് മാലക്കല്ലിൽ 18-ന് തുടക്കമാവും. 3 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ 3500ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. 63ാമത് ഹോസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സ്റ്റേജ് മത്സര ഇനങ്ങൾ 18, 19, 20 തീയതികളിൽ മാലക്കല്ല് സെന്റ് മേരീസ് AUP സ്കൂളിലും കള്ളാർ LP സ്കൂളിലും നടക്കും. മോഹനം, നീലാംബരി, ഹംസധ്വനി, ചിത്രാംബരി, മലഹരി, തരംഗിണി, കനകാംഗി, കാംബൂജി, ചന്ദ്രകാന്തം, മൽഹാർ, സൂര്യകാന്തം, നാടകപ്രിയ, ശ്രീരഞ്ജനി എന്നിങ്ങനെ 13 വേദികളിലാണ് മത്സരങ്ങൾ അരങ്ങേറുക. ആദ്യ ദിനമായ 18-ന് വേദി 1-ൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്നീ മത്സരങ്ങൾ നടക്കും. വേദി 2-ൽ കേരള നടനം, പദ്യം ചൊല്ലൽ, കഥാകഥനം, പ്രഭാഷണം, അക്ഷരശ്ലോകം എന്നീ മത്സര ഇനങ്ങൾ വേദി 3-ലായിരിക്കും നടക്കുക. ദേശഭക്തിഗാനം, സംഘഗാനം എന്നിവ വേദി 4-ലും LP സംഘഗാനം വേദി 5-ലും നടക്കും. ഇംഗ്ലീഷ് സ്കിറ്റ്, മൂകാഭിനയം, നാടകം എന്നിവ വേദി 12-ലും മംഗലം കളി, പണിയ നൃത്തം, മലപുലയാട്ടം വേദി 13-ലും അരങ്ങേറും. 2-ാം ദിനമായ 19-ന് വേദി 1-ൽ നാടോടി നൃത്തം, സംഘനൃത്തം, വേദി 2-ൽ തിരുവാതിര, വേദി 4-ൽ ദേശഭക്തിഗാനം, സംഘഗാനം, വേദി 9-ൽ മോണോ ആക്ട്, വേദി 10-ൽ മാപ്പിളപ്പാട്ട് എന്നിവ നടക്കും. വേദി 12-ൽ കോൽക്കളി, ദഫ്മുട്ട്, വട്ടപ്പാട്ട്, അറബനമുട്ട് എന്നിവ നടക്കും. സമാപന ദിവസമായ 20-ന് വേദി 1-ൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം തിരുവാതിര, UP സംഘനൃത്തം, വേദി 2-ൽ പരിചമുട്ട്, മാർഗംകളി തുടങ്ങിയവ നടക്കും. മിമിക്രി, മോണോ ആക്ട് എന്നിവ വേദി 4-ൽ നടക്കും. സംസ്കൃത നാടകം വേദി 9-ലും നടക്കും. കലോത്സവത്തിന്റെ പ്രധാന ആകർഷകമായ ഒപ്പനയും വേദി 9-ലായിരിക്കും നടക്കുക. വേദി 1 മാലക്കല്ല് സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. വേദി 2 മാലക്കല്ല് സ്കൂൾ ഗ്രൗണ്ടിലും വേദി 3 കോൺവെന്റിന് സമീപത്തും സജ്ജീകരിച്ചിരിക്കുന്നു. വേദി 4 പെട്രോൾ പമ്പിന് സമീപത്തും വേദി 5 ചർച്ചിന് സമീപത്തുമാണ് ഒരുക്കിയിട്ടുള്ളത്. വേദി 6 നഴ്സറി ഹാൾ, വേദി 7 മലനാട് സൊസൈറ്റി, വേദി 8 ട്രഷറിക്ക് സമീപം, വേദി 9 കളാർ സ്കൂൾ ഗ്രൗണ്ട്, വേദി 10 കളാർ മദ്രസ ഹാൾ, വേദി 11, 12 എന്നിവ ബൂൺ സ്കൂളിലും വേദി 13 കളാർ ക്ഷേത്ര ഓഡിറ്റോറിയത്തിലുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, രാജപുരം. 71ാമത് സഹകരണ വാരാഘോഷത്തിന് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് കിഴക്കുംകര ചൈതന്യ ഓഡിറ്റോറിയത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ സഹകരണ മേഖലയുടെ പങ്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി നവംബർ 14 മുതൽ 20 വരെ തീയതികളിൽ നടക്കുന്ന അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് കിഴക്കുംകര ചൈതന്യ ഓഡിറ്റോറിയത്തിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക രംഗത്ത്, വ്യാവസായിക രംഗത്ത്, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് സകല പരിവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചത് അദ്ദേഹമാണ്. 1951-ൽ അദ്ദേഹം കൊണ്ടുവന്ന പഞ്ചവത്സര പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് സമഗ്രമായ പുരോഗതിയിലേക്ക് നാടിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പഞ്ചവത്സര പദ്ധതികളാണ്. ഭൂമിയെ ഭാവിയിൽ കൊണ്ടുവന്ന അറ്റോമിക് എനർജി കമ്മീഷൻ രൂപീകരിച്ച് ഇന്ന് നമ്മുടെ രാജ്യത്തെ ശാസ്ത്രരംഗത്ത് കാണുന്ന പുരോഗതിക്ക് ഉദാഹരണം കുറിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്.
അതിന്റെ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചത്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി രജിസ്ട്രാർ വി ചന്ദ്രൻ പതാക ഉയർത്തി. സംഘാടക സമിതി ചെയർമാൻ എം രാഘവൻ സ്വാഗതം പറഞ്ഞു. ഡോക്ടർ ജയപ്രകാശ്, ഇന്ദിര എന്നിവർ ചേർന്നാണ് സ്വാഗതഗാനം ആലപിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, കഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത, പുല്ലൂർപെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ, കൺസ്യൂമർ ഫെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വി കെ രാജൻ, കാസർഗോഡ് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ ആർ ജയാനന്ദ, പി വി സുരേഷ്, ഷാലു മാത്യു, വി കൃഷ്ണൻ മാസ്റ്റർ, വി കെ പി അഹമ്മദ് കുഞ്ഞി, എ എം മേരി ടീച്ചർ, ബംഗളം പി കുഞ്ഞികൃഷ്ണൻ, ശങ്കരൻ വാഴക്കോട്, വി കമാരൻ, ദേവി രവീന്ദ്രൻ, കെ രാജഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ സഹകരണ മേഖലയുടെ പങ്ക് എന്ന വിഷയത്തിൽ ICM കണ്ണൂർ റിട്ടയർഡ് ഡയറക്ടർ വി എൻ ബാബു ക്ലാസ് എടുത്തു. പരിപാടിയുടെ വരവറിയിച്ച് കഞ്ഞങ്ങാട് നഗരത്തിൽ വിളംബര ഘോഷയാത്രയും നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശിശുദിനാചരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്കൂളുകളിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. അജാനൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. ഇതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്കൂളുകളിൽ ശിശുദിനത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. അജാനൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് ഉദ്ഘാടനം ചെയ്തു. ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനല്ലേ? തലസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വായു മലിനീകരിക്കപ്പെട്ട ഒരു സ്ഥലം അല്ലേ? മാസ്ക് വെക്കാതെ പോകാൻ കഴിയില്ല, ഇലക്ട്രിക് വാഹനമാക്കി, ഡീസൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വാഹനങ്ങളിൽ നിയന്ത്രണം വന്നു. വലിയ നിലയിലേക്കുള്ള നിയന്ത്രണങ്ങളെല്ലാം തന്നെ കൊണ്ടുവരികയും എന്തിനാ കൊണ്ടുവരുന്നത്? വായു വല്ലാതെ മലിനമായിക്കൊണ്ടിരിക്കുകയും ആ വായു മലിനീകരണത്തിന്റെ ഭാഗമായി എന്ത് സംഭവിക്കുന്നു? കോവിഡ് വന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഓക്സിജൻ കിട്ടാതെ ആള് മരണപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇപ്പൊ ഓക്സിജൻ പാർലറുകൾ തുടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാട് പോവുകയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോ ചെറിയ മക്കളാണ്, ഈ ലോകത്ത് ജീവിക്കണം, അടുത്ത തലമുറയും ജീവിക്കണ്ടേ? അജാനൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന അധ്യക്ഷത വഹിച്ചു. കില ഫാക്കൽറ്റി VD കാർത്യായനി പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണൻ മാസ്റ്റർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമ്മർ, വാർഡ് അംഗങ്ങളായ KV ലക്ഷ്മി, P മിനി, K മധു, T വിഷ്ണു നമ്പൂതിരി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. MV പ്രകാശൻ സ്വാഗതവും അമീഷ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളെ വിവിധ പാനലുകളായി തിരിച്ച് അവതരണം നടന്നു. അഭിരാജിന്റെ നാടൻപാട്ട് അവതരണം പരിപാടിക്ക് മികവേകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KCB ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ജനറൽ ബോർഡ് യോഗം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീലാകുമാരി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയുടെ വടക്കൻ മേഖലയിലെ വൈദ്യുത പ്രതിസന്ധി പരിഹരിക്കുക, മൈലാട്ടി വിദ്യാനഗർ MCMV പ്രവൃത്തി ആവശ്യമായ ഉദ്യോഗസ്ഥരെ നിയമിച്ച് ദ്രുതഗതിയിൽ പൂർത്തീകരിക്കുക, കാസർഗോഡ് ജില്ലയിലെ ട്രാൻസ്മിഷൻ മേഖലയിലെ പ്രവൃത്തി ശക്തിപ്പെടുത്താൻ ARU പദവി ആവശ്യമായ ജീവനക്കാരെ പുനർവിന്യസിച്ച് യാഥാർത്ഥ്യമാക്കുക, കാസർഗോഡ് ജില്ലയിലെ അടിയന്തരമായി പൂർത്തീകരിക്കേണ്ട ട്രാൻസ്മിഷൻ വിതരണ പ്രവൃത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുക എന്നീ ആവശ്യങ്ങൾ KCB ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ജനറൽ ബോഡി യോഗം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ഉന്നയിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീലാകുമാരി AN ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട OA മെമ്പർമാരെ അടക്കമുള്ള സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, കാസർഗോഡ് ജില്ലയുടെ പ്രവർത്തന റിപ്പോർട്ട് ഇവിടെ സെക്രട്ടറി അവതരിപ്പിച്ചു കഴിഞ്ഞു. വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഒരു കാര്യം വളരെ സന്തോഷത്തോടെ കേട്ടത്,
ഞാനും ആശയൊക്കെ കുറേ വർഷമായി KSEB-യിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2000-ന് ഇങ്ങോട്ടാണ് വനിതാ ദിനമൊക്കെ ആഘോഷിക്കാൻ തുടങ്ങിയത്. അതുവരെ സബ് കമ്മിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളവിടെ കണ്ണൂർ കുറച്ച് വനിതകളുണ്ട്, വിരലിലെണ്ണാവുന്ന വനിതകൾ. ആശേനെ വിളിക്കും, ഇങ്ങനെ വനിതാ പരിപാടി നടത്തുന്നുണ്ട്, ആശ വരുന്നുണ്ടോ. ആശയുടെ ഒറ്റ ഒരാളുണ്ട് വനിതാ അംഗം, അങ്ങോട്ട് വരും. ജില്ലാ പ്രസിഡന്റ് ആശ TP അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഭാസ്കരൻ M റിപ്പോർട്ട് അവതരണം നടത്തി. ട്രഷറർ കേശവൻ MR വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി അനീഷ് പാറക്കാടൻ മറുപടി പറഞ്ഞു. യോഗത്തിൽ സുദീപ് MP, സൂരജ് TP, OV രമേശ്, M അനുരാജ്, സുമിത് MV എന്നിവർ സംസാരിച്ചു. ഷൈമ M സ്വാഗതവും PP നന്ദകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആർട്ട് ഫോറം കാഞ്ഞങ്ങാട് സംഘടിപ്പിക്കുന്ന നാടകോത്സവത്തിന് നവംബർ 17-ന് തുടക്കമാവും. 4 ദിവസങ്ങളിലായി അലാമിപ്പള്ളി രാജു റെസിഡൻസിയിലാണ് നാടകോത്സവം സംഘടിപ്പിക്കുന്നത്. കാഞ്ഞങ്ങാട് ആർട്ട് ഫോറത്തിന്റെ നാടകോത്സവം 17, 18, 19, 20 തീയതികളിൽ ആലാമിപ്പള്ളി രാജ് റെസിഡൻസിയിൽ നടക്കും. 17-ന് വൈകിട്ട് സിനിമാ നാടക നടൻ മഞ്ജുളൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കേരള സംഗീത നാടക അക്കാദമി കുരുപൂജ പുരസ്കാരം നേടിയ അമ്മിണി ചന്ദ്രാലയം, നാടക സംവിധായകൻ V ശശി നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ നിതിൻ കൃഷ്ണ പണിക്കർ കൊവ്വൽപ്പള്ളി, വാഹനാപകടത്തിൽപ്പെട്ടയാളെ ആശുപത്രിയിലെത്തിച്ച അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിജു, നിർധന കുടുംബത്തിന് വീട് വയ്ക്കാൻ സ്ഥലം നൽകിയ സുനിത കൈച്ചേരി, ഭർത്താവ് അരവിന്ദാക്ഷൻ എന്നിവരെ ആദരിക്കും. നാടക മത്സരം നടത്തിക്കൊണ്ടാണ് ഈ നാടകോത്സവത്തിന് തുടക്കമിടുന്നത്. പിന്നീട് പ്രൊഫഷണൽ നാടക മത്സരം നടത്തി. പിന്നീട് ഈ മത്സരം വേണ്ട എന്ന് വെച്ച് നാടകോത്സവം എന്ന നിലയിലാണ് ഇപ്പോൾ നടത്തി വരുന്നത്. അതിപ്പോൾ 13ാമത്തെ വർഷമാണ്. ഇതിൻ്റെ ഉദ്ഘാടനം സുപ്രസിദ്ധ നാടക സിനിമാ നടൻ ശ്രീ മഞ്ജുളൻ ആണ്. അതുപോലെ ഉദ്ഘാടന ചടങ്ങിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ കഴിഞ്ഞ വർഷത്തെ ഗുരുപൂജ അവാർഡ് ലഭിച്ച നമ്മുടെ നാട്ടുകാരി, വർഷങ്ങളായി നാടകരംഗത്ത് സിനിമയിലും സജീവമായ ശ്രീമതി അമ്മിണി ചന്ദ്രാലയം, അതുപോലെ നമ്മുടെ ഏറ്റവും ശ്രദ്ധേയനായ നാടക സംവിധായകൻ ശ്രീ V ശശി എന്നിവരെ നമ്മൾ ആദരിക്കുന്നു. തുടർന്ന് തിരുവനന്തപുരം നവോദയയുടെ കലുങ്ക് നാടകം അരങ്ങിലെത്തും. 18-ന് അമ്പലപ്പുഴ അക്ഷരജ്വാല അനന്തരം, 19-ന് കൊച്ചിൻ ചന്ദ്രകാന്ത ഉത്തമന്റെ സങ്കീർത്തനം, 20-ന് കോഴിക്കോട് രംഗഭാഷ മിഠായി തെരുവ് എന്നീ നാടകവും അവതരിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ ആർട്ട് ഫോറം രക്ഷാധികാരി C നാരായണൻ, ആർട്ട് ഫോറം പ്രസിഡന്റ് V സുരേഷ് മോഹൻ, സെക്രട്ടറി ചന്ദ്രൻ ആലാമിപ്പള്ളി, ട്രഷറർ B സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ദിനേശൻ മൂലക്കണ്ടം, ജോയിന്റ് സെക്രട്ടറി NK ബാബുരാജ്, കമ്മിറ്റി അംഗങ്ങളായ അംബുജാക്ഷൻ ആലാമിപ്പള്ളി, ബാബു കുന്നത്ത്, സുരേഷൻ കുശാൽ നഗർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുട്ടി പോലീസ് സംഘം പോലീസ് സ്റ്റേഷൻ സന്ദർശനത്തിനെത്തി. ഹോസ്ദുർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകളാണ് ഹോസ്ദുർ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചത്. ഹോസ്ദുർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകൾ ഹോസ്ദുർ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. സ്റ്റേഷൻ പ്രവർത്തനം, പോലീസ് സേവനങ്ങൾ എന്നിവയെക്കുറിച്ച് ഇൻസ്പെക്ടർ P അജിത് കുമാർ, സബ് ഇൻസ്പെക്ടർ V മോഹനൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ PK ആനന്ദകൃഷ്ണൻ എന്നിവർ വിശദീകരിച്ചു. നെഹ്റുവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ത്യ കണ്ടതിലെ ഏറ്റവും മഹാനായ പ്രധാനമന്ത്രിയായിരുന്നു. ലോകത്തിലെ ഏറ്റവും നല്ല ബന്ധമുണ്ടായിരുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. കുട്ടികളെ ഏറ്റവും സ്നേഹിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ പറ്റിയത്. അപ്പോൾ കുട്ടികളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്, ഏറ്റവും നിഷ്കളങ്കരായ കുട്ടികളുമായിട്ട് സംവദിക്കുക എന്ന് പറയുന്നത്, അതൊക്കെ മഹത്തായ കാര്യങ്ങളാണ്. ഈ ലോകത്ത് എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും പെട്ടെന്ന് സാധിക്കുക കുട്ടികൾക്കാണ്. അല്ലേ? നിങ്ങളുടെ വീട്ടിൽ ഒരു കാര്യം നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം തീർക്കണമെങ്കിൽ അവിടുത്തെ കുട്ടി വിചാരിച്ചാൽ മതി. അച്ഛനോട് സംസാരിച്ചാലും അമ്മയോട് സംസാരിച്ചാലും അവിടുത്തെ പ്രശ്നങ്ങൾ തീരുന്നത് കുട്ടികളെ കൊണ്ടാണ്. ഒരു സമൂഹത്തിൽ കുട്ടികൾ ഏറ്റവും വിലപ്പെട്ടതാണ്. അവരെ ഏതു രീതിയിലാണോ വളർത്തിക്കൊണ്ടുവരുന്നത് ആ രീതിയായിരിക്കും ആ രാഷ്ട്രത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ വളർന്നാൽ നമ്മുടെ രാജ്യം ഏറ്റവും മഹത്തായ രീതിയിൽ പോകും. ആദ്യമായി പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച കുട്ടികൾക്ക് ഇത് പുതിയ അനുഭവമായി.
നിയമം അനുസരിക്കുന്ന ഒരു പൊതുസമൂഹത്തെ വാർത്തെടുക്കാൻ അതിൽ പങ്കാളിയാവാനും അശരണരായ ആളുകൾക്ക് താങ്ങായി ഞങ്ങൾ ഉണ്ടാകുമെന്നും കേഡറ്റുകൾ അറിയിച്ചു. ഡ്രിൽ ഇൻസ്പെക്ടർമാരായ പ്രദീപൻ കോതോളി, PR രമ്യത, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ TTV സിന്ധു, T വഹീദത്ത് എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ SPC കാഡറ്റ്സിൻ്റെ വിസിറ്റ് നമ്മുടെ SPC സ്റ്റുഡൻറ് പോലീസ് കാഡറ്റിൻ്റെ വിഭാഗത്തിൽ നമുക്ക് പ്രധാനമായി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷൻ വിസിറ്റ് കൊണ്ട് ഇവിടെ കുട്ടികൾ വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അവർ പോലീസിനോടുള്ള സൗഹൃദം, അതോടൊപ്പം പോലീസ് സ്റ്റേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പഠിക്കുന്നതിലൂടെ അവർ ഇങ്ങോട്ട് തുറന്നു പറയുകയാണ്, ഞങ്ങൾ അച്ചടക്കം ശീലിക്കാൻ പഠിച്ചു, അതോടൊപ്പം എന്താണ് സമൂഹത്തിന് ഞങ്ങൾ നൽകേണ്ടത്, അതൊക്കെ ഏറ്റവും മാന്യമായി എങ്ങനെ നൽകാം എന്ന് അവർ ഈ SPC കാഡറ്റ്സിനോട് പഠിച്ചു. ഗവൺമെൻറ് ഉദ്ദേശിച്ചതും അതാണ്. ഇതുപോലുള്ള ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുകയാണ് ഗവൺമെൻറ് ഉദ്ദേശം. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ആ പോലീസ് സ്റ്റേഷന് കീഴിലുള്ള SPC കാഡറ്റ് സന്ദർശിക്കുകയും അവിടുത്തെ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കുകയും അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും പോലീസുകാരുടെ പെരുമാറ്റങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ട് പഠിക്കുന്നു. അവർ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറും, പോലീസുകാരും അതിനനുസരിച്ച് മാറാനുള്ള സാഹചര്യവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Vivah by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുക. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188, 8547349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്രാ ഫേഷ്യൽ, മെഡി ഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്,
സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895 413 028. DDC MRI ഡയഗ്നോസ്റ്റിക് സെന്റർ ആരോഗ്യപരിപാലന രംഗത്ത് കൃത്യമായ രോഗനിർണയം ചികിത്സയോളം പ്രാധാന്യമുള്ളതാണ്. വടക്കേ മലബാറിൽ അതിനൂതന ലാബ് സൗകര്യങ്ങളോട് കൂടി അൾട്രാസൗണ്ട് സ്കാനിംഗ് സൗകര്യവും മികച്ച ഫാർമസിയും 24 മണിക്കൂർ പ്രവർത്തന സജ്ജമായ ഉത്തര മലബാറിലെ ഏറ്റവും മികച്ച അഡ്വാൻസ്ഡ് 1.5 ടെസ്ല MRI സ്കാനിംഗ് സംവിധാനവും ഒരുക്കിയിരിക്കുന്നു. 1.5 ടെസ്ല സംവിധാനത്തിൽ സിഗ്നൽ ടു നോയ്സ് അനുപാത മികവ്, വ്യക്തതയോടുകൂടിയ പരിശോധനാ ഫലം ലഭ്യമാകുന്നു. വിദഗ്ധരായ മെഡിക്കൽ ഇമേജിംഗ് ടെക്നീഷ്യന്മാരുടെ സേവനത്തോടെ ഇനി പരിശോധനകൾ കൃത്യവും എളുപ്പവുമാകട്ടെ. DDC MRI ഡയഗ്നോസ്റ്റിക് സെന്റർ, ഓപ്പോസിറ്റ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, തോയമൽ, കാഞ്ഞങ്ങാട്. ഫോൺ 8848628282. വാർത്തകൾ തുടരുന്നു. മഴ പോൽ മണ്ണിലേക്ക് ഉതിർന്ന നെല്ലിക്കകൾ വാരിയെടുക്കാൻ കുട്ടികളുടെ മത്സരയോട്ടമാണ് ചീമേനി വലിയപൊയിൽ നാലലാം കണ്ടം ഗവൺമെന്റ് UP സ്കൂൾ അങ്കണത്തിലുണ്ടായത്. നെല്ലിമരങ്ങളാൽ സമൃദ്ധമായ സ്കൂൾ അങ്കണത്തിൽ വീണ്ടും ഒരു നെല്ലിക്ക വിളവെടുപ്പായിരുന്നു നടന്നത്. സ്കൂളിലെ നെല്ലിക്ക വിളവെടുപ്പ് ഇത്തവണയും ആഘോഷമായി മാറി. മരങ്ങളിൽ നെല്ലിക്ക മൂത്ത് വിളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിളവെടുപ്പ് ഉത്സവമാണ്. വിളവെടുപ്പ് ദിവസം വിദ്യാലയമുറ്റത്ത് ഉത്സവ പ്രതീതിയാണ്. കാത്തിരുന്ന ദിവസം വന്നു ചേർന്നതിന്റെ സന്തോഷം കുട്ടികളുടെ മുഖങ്ങളിൽ കാണാം. നെല്ലിമരത്തിന്റെ ചില്ലകൾ ഒന്നനക്കുമ്പോൾ തന്നെ നെല്ലിക്കകൾ മഴ പോലെ മണ്ണിലേക്ക് ഉതിർന്നു വീഴുന്ന കാഴ്ച അമ്പരപ്പിക്കുന്നതാണ്. ഞെട്ടിട്ട് വീഴുന്ന നെല്ലിക്ക വാരിയെടുക്കാൻ കുട്ടികളുടെ മത്സരയോട്ടവും നെല്ലിക്കയുടെ ചവർപ്പും മധുരവും നുണഞ്ഞങ്ങനെ കുട്ടികളുടെ ഇരിപ്പ് കാണേണ്ടതാണ്. ശരാശരി 200 കിലോയോളം നെല്ലിക്കയാണ് സ്കൂൾ മുറ്റത്തെ നെല്ലിമരങ്ങളിൽ നിന്നും എല്ലാ വർഷവും വിളവെടുക്കുന്നത്. 2 പതിറ്റാണ്ടിലധികമായി ഈ പതിവ് തുടരുന്നുണ്ട്. വിവിധ മരങ്ങളാൽ സമ്പന്നമായ സ്കൂൾ പരിസരത്ത് കൂടുതലും നെല്ലിമരങ്ങളാണ്. എല്ലാം നന്നായി കായ്ക്കുന്നവ. പറിച്ചെടുക്കുന്ന നെല്ലിക്കകൾ തുല്യമായി കുട്ടികൾക്ക് തന്നെ വീതിച്ചു നൽകുകയാണ് പതിവ്. വിദ്യാർത്ഥികളുടെ മനസ്സിൽ മധുരമുള്ള ഓർമ്മകളാണ് ഓരോ നെല്ലിക്ക വിളവെടുപ്പും സമ്മാനിക്കുന്നത്. നാടൻ പാട്ടും സംഗീത ശില്പവുമെല്ലാം വിളവെടുപ്പിന് മാറ്റുകൂട്ടി. സ്കൂൾ മുഖ്യ അധ്യാപിക CS ശശികല, PTA പ്രസിഡന്റ് MV സന്തോഷ്, മദർ PTA പ്രസിഡന്റ് V ശൈലജ എന്നിവർ നേതൃത്വം നൽകി. അധ്യാപകരും രക്ഷിതാക്കളും നെല്ലിക്ക വിളവെടുപ്പിൽ സജീവമായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാഞ്ഞങ്ങാട് ക്ഷേമനിധി ഓഫീസിനു മുന്നിൽ ചുമട്ടുതൊഴിലാളികളുടെ പ്രതിഷേധം. 1978 നടപ്പിലാക്കിയ ചുമട്ടുതൊഴിലാളി നിയമം ഭേദഗതി ചെയ്യണമെന്നതടക്കം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തിയത്. 1978 നടപ്പിലാക്കിയ ചുമട്ടുതൊഴിലാളി നിയമം ഭേദഗതി ചെയ്യുക, ത്രികക്ഷി ചർച്ചയിലൂടെ കരാറാക്കിയ NFSA കൂലി വർധനവ് മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കുക, ചുമട്ടുതൊഴിലാളികളുടെ മിനിമം പെൻഷൻ 5000 രൂപയാക്കുക, ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ സംഘ് BMS കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ജില്ലാ കമ്മിറ്റി അംഗം T കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള മുദ്രാവാക്യങ്ങൾ എത്രയും വേഗം അത് അംഗീകരിച്ച് തന്ന് തൊഴിലാളികൾക്ക് അനുവദിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഭാരതീയ മസ്ദൂർ സംഘത്തിന് ആവശ്യപ്പെടുവാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് നമ്മൾ ഈ സമയത്ത് നമ്മളിവിടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. 1978 കൊണ്ടുവന്നിട്ടുള്ള ഈ നിയമം തൊഴിലാളി ക്ഷേമനിധി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമം ഇതുവരെ പരിഷ്കരിക്കാൻ സർക്കാർ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ഹെഡ് ലോഡ് മടിക്കൈ മേഖലാ സെക്രട്ടറി അനീഷ് പറക്ലായി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KV ബാബു, ജില്ലാ വൈസ് പ്രസിഡന്റ് ഭരതൻ കല്യാൺ റോഡ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സുനിൽ മുലച്ചേരി, പ്രദീപ് കേളോത്ത്, ഹെഡ് ലോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഭാസ്കരൻ ചെമ്പിലോട്ട്, ഹോസ്ദുർഗ് മേഖലാ സെക്രട്ടറി അജിയൻ പുതിയകണ്ഠം, മടിക്കൈ മേഖലാ പ്രസിഡന്റ് മണി വാഴക്കോട്, മേഖലാ സെക്രട്ടറി ചന്ദ്രൻ പൊള്ളക്കട എന്നിവർ സംസാരിച്ചു. ഹോസ്ദുർഗ് മേഖലാ സെക്രട്ടറി M കുഞ്ഞികൃഷ്ണൻ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം ജിതൻ ബാബു നന്ദിയും പറഞ്ഞു. പ്രകടനത്തിന് മുനിസിപ്പൽ സെക്രട്ടറി സുനിൽ ശിവജി നഗർ, പ്രസിഡന്റ് സുധി മുത്തപ്പൻ തറ, രാമചന്ദ്രൻ തട്ടുമ്മൽ, വിനു പുതിയകണ്ഠം,
വിമൽ പൊള്ളക്കട എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലോക പ്രമേഹ ദിനാചരണം. ലയൺസ് ക്ലബ്ബുകൾ സംയുക്തമായി ബോധവൽക്കരണ റാലിയും രോഗനിർണയവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് 318 ഇന്റർ സോണിലെ ലയൺസ് ക്ലബ്ബുകൾ സംയുക്തമായാണ് ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. പ്രമേഹ ബോധവൽക്കരണ റാലി, പ്രമേഹ രോഗനിർണയ ക്യാമ്പ്, ബോധവൽക്കരണ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു. മാതോപ്പ് മൈതാനിയിൽ നിന്ന് ആരംഭിച്ച റാലി കോട്ടച്ചേരി ജംഗ്ഷനിൽ സമാപിച്ചു. ലയൺസ് കാസർഗോഡ് ഡിസ്ട്രിക്ട് സെക്രട്ടറി സുകുമാരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടുമുള്ള ലയൺ പ്രസ്ഥാനം ഈ ഇൻസുലിൻ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യ ശ്രമം നടത്തിയ വെൻഡിക് ബാഡ്സന്റെ പേരിൽ ആണ് ഇന്ന് ഈ ദിനം ആചരിക്കുന്നത്. 1991 മുതലാണ് ആചരിച്ചു വരുന്നത്. ഇന്ത്യ പ്രമേഹ രോഗത്തിൻ്റെ തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. ഓരോ സെക്കൻഡിലും 8 ആൾ വീതം പ്രമേഹം കാരണം മരണപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ 18 വയസ്സിന് മുകളിലുള്ള 77 ദശലക്ഷം ആൾക്കാർക്ക് പ്രമേഹ രോഗം പിടിപെട്ടിരിക്കുന്നു. കൂടാതെ 25 ദശലക്ഷം ആൾക്കാർക്ക് പ്രീ ഡയബറ്റിക് സ്റ്റേജിലുമാണ്. ഡയബറ്റിസ് ക്യാബിനറ്റ് അഡ്വൈസർ ഡോക്ടർ യു കൃഷ്ണകുമാരി അധ്യക്ഷത വഹിച്ചു. സോൺ ചെയർമാൻമാരായ സുകുമാരൻ പൂച്ചക്കാട്, പ്രദീപ് കീനേരി, കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ CK ശ്യാമള, അജാനൂർ ക്ലബ് പ്രസിഡന്റ് KV സുനിൽ രാജ്, ഹോസ്തുർഗൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് T പത്മനാഭൻ, കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് പ്രസിഡന്റ് P ശ്യാംപ്രസാദ് എന്നിവർ സംസാരിച്ചു. നാസർ കൊളവയൽ, NR പ്രശാന്ത്, B കുഞ്ഞമ്പു, KV രഞ്ജു എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. ഡോക്ടർ വിവേക് സുധാകരൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആനന്ദാശ്രമം കുടുംബാരോഗ്യ കേന്ദ്രം ശ്രദ്ധയോടെ മധുരം എന്ന സന്ദേശവുമായി പ്രമേഹ ദിനം സമുചിതമായി ആചരിച്ചു. ആനന്ദാശ്രമം റോട്ടറി സ്കൂൾ വിദ്യാർത്ഥികളും ആനന്ദാശ്രമം അംഗൻവാടി കുട്ടികളും പങ്കാളികളായി. ലോക പ്രമേഹ ദിനാചരണം ആനന്ദാശ്രമം കുടുംബാരോഗ്യ കേന്ദ്രം വിവിധങ്ങളായ പരിപാടികളോടെ സമുചിതമായി ആചരിച്ചു. ആരോഗ്യ കേന്ദ്ര പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടന്ന ബോധവൽക്കരണ പരിപാടി അജാനൂർ ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ KR ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു. ലോക പ്രമേഹ ദിനമാണ്. അപ്പോൾ സാർ ഇതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും പറഞ്ഞു തന്നു. അതുപോലെ തന്നെ നമ്മുടെ വാർഡുകൾ NCD ക്യാമ്പെല്ലാം മാക്സിമം വെക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്യാമ്പിലൊക്കെ നിങ്ങളുടെയൊക്കെ സാന്നിധ്യം വളരെ കുറവാണ്. അപ്പോൾ അത് മാക്സിമം എല്ലാവരും ഉപയോഗിക്കുക. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ധനേഷ് അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീനിവാസൻ PT സ്വാഗതവും പബ്ലിക് ഹെൽത്ത് നഴ്സ് N സരോജിനി നന്ദിയും പറഞ്ഞു. ഡോക്ടർ വിദ്യ സുഹാസ്, ഡോക്ടർ രമ്യ മോഹൻ എന്നിവർ പ്രമേഹവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഭക്ഷണ രീതി മനസ്സിലാക്കുന്നതിന് പച്ചക്കറി, ഇലകൾ, പയറുവർഗ്ഗങ്ങൾ, നാരുവർഗ്ഗങ്ങൾ എന്നിവയുടെ പ്രദർശനം സംഘടിപ്പിച്ചു. കുടുംബാരോഗ്യ ജീവനക്കാരുടെ ബോധവൽക്കരണ സ്ക്രിപ്റ്റ്, ഡബ് സ്മാഷ് എന്നിവയും നടന്നു. പരിപാടിയിൽ ആനന്ദാശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾ, ആനന്ദാശ്രമം അംഗൻവാടി കുട്ടികൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ, ക്ലബ് പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊട്ടോടി സെന്റ് ആൻസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. റാലി, ഫ്ലാഷ് മോബ്, നൃത്തശില്പം എന്നിവ സംഘടിപ്പിച്ചു. ശിശുദിനം വിപുലമായി ആഘോഷിച്ച് കൊട്ടോടി സെന്റ് ആൻസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി ഫ്ലാഷ് മോബ്, നൃത്തശില്പം എന്നിവ സംഘടിപ്പിച്ചു. ചുള്ളിക്കര ടൗണിൽ റാലിയും നടത്തി. രാജപുരം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പ്രദീപ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. അതോടൊപ്പം തന്നെ 18 വയസ്സ് പൂർത്തിയാക്കുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ, 18 വയസ്സിൻ്റെ തൊട്ട് പിറ്റേന്ന് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷ കൊടുക്കുന്ന നിങ്ങൾ, ആ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുമ്പോൾ ഹെൽമറ്റ് ധരിക്കാനും സീറ്റ് ബെൽറ്റ് ധരിക്കാനും അതോടൊപ്പം ട്രാഫിക് റൂൾസുകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും നിങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഭാവി തലമുറയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ എല്ലാ ബോർഡിലും കണ്ടത് ഹാപ്പി ചിൽഡ്രൻസ് ഡേ എന്നാണ്. അത് സന്തോഷമാണ്. ആ സന്തോഷത്തോടു കൂടി എല്ലാ പ്രശ്നങ്ങളെയും നല്ല രീതിയിൽ നേരിട്ടുകൊണ്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്.
വ്യാപാരി സംഘടനാ പ്രതിനിധികളായ സിനു ജോസഫ്, എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പർ ഫിലിപ്പ് വെട്ടിക്കുന്നേൽ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ മധുസൂദനൻ റാലിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മധുരം കിനിയുന്ന അടപ്രഥമനും വൈറ്റ് ചോക്ലേറ്റ് കേക്കും ചേച്ചിമാർ വിളമ്പി നൽകിയപ്പോൾ കുരുന്നുകൾക്കത് മറക്കാനാവാത്ത ആഘോഷമായി. തൃക്കരിപ്പൂർ കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരാണ് ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി അംഗൻവാടിയിലെ കുട്ടികൾക്ക് മധുരം വിളമ്പിയത്. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ നിരന്തരം ഇടപെടൽ നടത്തിവരുന്ന നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ അധ്യാപകർക്കൊപ്പമാണ് കൈക്കൂട്ടുകടവ് 39ാമത് നമ്പർ അംഗൻവാടിയിൽ ചാച്ചാജിയുടെ ജന്മദിനം ആഘോഷിച്ചത്. അംഗൻവാടിയിൽ കേക്ക് മുറിക്കുന്നതിന് മുൻപായി ചിടുങ്ങിത്തുടങ്ങിയ ചിലർ മധുരം ഒന്നിനു പിറകെ ഒന്നായി എത്തിയതോടെ അവരും സന്തോഷത്തിലായി. ചിൽഡ്രൻസ് ഡേ എന്നെഴുതിയ കേക്ക് സ്കൂൾ പ്രിൻസിപ്പാൾ PP അബൂബക്കർ മുറിച്ച് ശിശുദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. നവംബർ 14 ചാച്ചാജി ദിനമാണ്. അതുകൊണ്ട് തന്നെ കൈക്കോട് VHSS NSS യൂണിറ്റിന് നേതൃത്വത്തിൽ നമ്മുടെ ഇവിടുത്തെ അംഗൻവാടിയിലുള്ള കുട്ടികൾക്ക് പായസ വിതരണവും അല്പം മുമ്പേ ഒരു നല്ലൊരു കേക്ക് മുറിച്ചു. കൂടാതെ ആ കുട്ടികൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ക്രയോൺസ് വിതരണം ചെയ്യുകയും ചെയ്തു. എന്തായാലും നമ്മുടെ മുതിർന്ന NSS കുട്ടികൾക്ക് നമ്മുടെ ചെറിയ അനുജത്തിമാരോടുള്ള ഒരു സ്നേഹപ്രകടനം കാണിക്കാനുള്ള അവസരമാണ്. ഏതായാലും നല്ല രീതിയിൽ നടന്നു. അതിനെ സഹകരിച്ച എല്ലാവരോടും, പ്രത്യേകിച്ച് എൻ്റെ കൊളീഗുകാരും NSS പ്രോഗ്രാം ഓഫീസർ ഉൾപ്പെടെ എല്ലാവരും നന്നായി സഹകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ നടത്താൻ പറ്റി. കേക്കിന് പുറമെ അടപ്രഥമനും ക്രയോൺസും ലഭിച്ചതോടെ അംഗൻവാടി കുട്ടികൾ ആവേശത്തിലായി. തുടർന്ന് അംഗൻവാടി കുട്ടികൾക്ക് നടന്ന വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കും NSS വിദ്യാർത്ഥികളും അധ്യാപകരും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. NSS കോർഡിനേറ്റർ BK ബിജു പ്രമോദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PP ദാവൂദ്, M സത്യ, PP ഷീന, P ഇന്ദിര, M റെഹാനത്ത്, M ഹരിത, P ദിവ്യ, OK ഗഫൂർ, MK മഹമ്മൂദ്, P ശാരിക എന്നിവർ സംസാരിച്ചു. കുരുന്നുകൾക്ക് ആഘോഷങ്ങൾ ഒരുക്കിയതിന് അംഗൻവാടി വർക്കർ K ശോഭന, ഹെൽപ്പർ V ഉഷ എന്നിവർ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ,
ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്, വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറി വാ മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓ, എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്ക് പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്ര ചികിത്സാ രംഗത്ത് നൂതന സാങ്കേതിക തികവുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. മധൂർ ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേന സംരംഭം ഹരിതം സർവീസ് യൂണിറ്റ് ഉദ്ഘാടനം നടന്നു. ഉളിയത്തടുക്ക അടൽജി ഹാളിൽ നടന്ന പരിപാടി മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ കെ ഉദ്ഘാടനം നിർവഹിച്ചു. മധൂർ ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേന സംരംഭം ഹരിതം സർവീസ് യൂണിറ്റ് ഉദ്ഘാടനം ഉളിയത്തടുക്ക അടൽജി ഹാളിൽ നടന്നു. മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ കെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്മിജ വിനോദ് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണ സൂർലു സംസാരിച്ചു. സർക്കാർ നിഷ്കർഷിക്കുന്ന നിയമമനുസരിച്ച് വനിതാ ഘടകത്തിൽ പ്ലാൻ ഫണ്ടിന്റെ നിശ്ചിത തുക നീക്കി വെക്കണം എന്ന ഒരു വ്യവസ്ഥ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ മേഖലയ്ക്ക് ആ പറയുന്ന ശതമാനത്തിൻ്റെ പൈസ നീക്കി വെക്കേണ്ടി വരുന്നത്. അതേപോലെ തന്നെ വയോജനങ്ങൾക്കും മറ്റു പല മേഖലകൾക്കും നീക്കി വെക്കേണ്ട റേഷ്യോയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പൈസ നീക്കി വെക്കുന്നത്. ഈ നീക്കി വെച്ച പൈസ ചെലവഴിക്കാനുള്ള ബാധ്യത ബന്ധപ്പെട്ട CDS തന്നെയാണ്. ഇവിടെ നമുക്കറിയാം, സംരംഭം തുടങ്ങുവാൻ പലർക്കും താല്പര്യമുണ്ട്. പക്ഷെ എങ്ങനെ തുടങ്ങണം, എപ്പോൾ തുടങ്ങണം, എവിടെ തുടങ്ങണം, എങ്ങനെ മുടക്കണം, ആര് പൈസ മുടക്കൂ, ഇത് മുടക്കാൻ തന്നെ ഇത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന ഒരു ഗൈഡൻസിന്റെ കുറവ് നമുക്ക് അനുഭവപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പലരും ഇതിൽ നിന്ന് പിന്തിരിയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏകദേശം 30 ലക്ഷം രൂപ വരെ ഈ സംരംഭത്തിന് തുടങ്ങാൻ വേണ്ടി CDS അനുവദിച്ചു കൊടുത്തു. വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യശോദ എസ് നായിക്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമേഷ് ഗട്ടി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നസീറ, ഉദയകുമാർ സി, മുഹമ്മദ് ഹനീഫ, അബ്ദുൾ ജലീൽ, സ്മിത സുധാകരൻ, സൗമ്യ ദിനേശ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഹരിത കർമ്മസേന കൺസോർഷ്യം സെക്രട്ടറി ബബിത ഗിരീഷ് സ്വാഗതവും CDS ചെയർപേഴ്സൺ സുമ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പഴയകാല ഓർമ്മകൾ പങ്കുവച്ച കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1992-93 വർഷത്തെ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു. നിരവധി വർഷങ്ങൾക്കിപ്പുറം വിദ്യാർത്ഥികൾ ജീവിതത്തിലെ ഓർമ്മകൾ പുതുക്കാനും പഴയ കൂട്ടുകെട്ടുകൾ ഊട്ടിയുറപ്പിക്കാനുമുള്ള അവസരമായി വിദ്യാർത്ഥി സംഗമം മാറി. നാളിതുവരെ തിരിച്ചറിയാതെ പോയ അനവധി മുഖങ്ങളും നിറകണ്ണുകളോടെ ഓർക്കപ്പെടുന്ന ബാല്യകാല കൂട്ടുകെട്ടുകളും ഒത്തുചേരലിന്റെ ആവേശവും നിറഞ്ഞ സന്തോഷം പകരുന്ന ഒന്നായിരുന്നു കുഞ്ചത്തൂർ MP വൈറ്റ് ഹൗസ് റിസോർട്ടിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം. കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1992-93 അധ്യയന വർഷത്തിലെ പഴയ വിദ്യാർത്ഥികളാണ് ഒത്തുചേർന്നത്. സ്കൂൾ ദിനങ്ങളിൽ കാണുന്നതുപോലെ ഒരു കൂട്ടമായി ചിരിച്ച് പഴയ ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നടന്ന് ബാല്യകാലത്തെ കൂട്ടുകെട്ടുകൾ വീണ്ടും ഊട്ടിയുറപ്പിച്ചു. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഇവർ ഇതേ സ്കൂളിൽ ഒത്തുചേർന്ന് പരിപാടി നടത്തി സ്കൂളിന് സംഭാവന നൽകിയിരുന്നു.
ഇപ്പോൾ സ്കൂളിന്റെ പുരോഗതിക്കും നാടിന്റെ നന്മയ്ക്കുമാകാവുന്ന സേവനങ്ങൾ നൽകാനുള്ള ഉദ്ദേശത്തോടെയാണ് വീണ്ടും ഒത്തുചേർന്നത്. റിസോർട്ടിൽ ഒത്തുകൂടിയ 50ഓളം പൂർവ്വ വിദ്യാർത്ഥികൾ ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ചതിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. വിദ്യാർത്ഥി ജീവിതത്തിന്റെ ഓർമ്മകൾ അയവിറക്കാനുള്ള വേദിയായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം മാറി. പരിപാടിയിൽ സ്നേഹക്കോട്ടയുടെ വൈവിധ്യമാർന്ന പലഹാരങ്ങൾ, സഹപാഠിയും പ്രശസ്ത മജീഷ്യനുമായ നാസറിന്റെ മാജിക് ഷോ, തേൻമിഠായി, നാരങ്ങ മിഠായി, അച്ചാർ, പഴങ്ങൾ, പുളിമിഠായി, അണ്ണാച്ചി മിഠായി എന്നിവ ഒരുക്കിയ സ്നേഹക്കൂട് സ്വീകരണ കൗണ്ടർ വിദ്യാർത്ഥി സംഗമത്തിലെ പ്രത്യേകതയായിരുന്നു. മുനീർ, ഗഫൂർ, ഹനീഫ് ഷാർജ, നാസർ ഖലീൽ, ഹമീദ്, സുജാത, ഹരിണാക്ഷി, വികാസ്, നേത്രാവതി, ജയശ്രീ, ഭാരതി, സഫ്ര, അമീന, സുഹറ, റുഖ്യ, ഹേമന്ത്, റിയാസ്, ബഷീർ, അഷ്റഫ്, ഇബ്രാഹിം, സലീം തുടങ്ങിയവർ നേതൃത്വം നൽകി. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാഞ്ഞങ്ങാട് ഭീമ ജ്വല്ലറിയിൽ ഭീമ സുവർണ ആരംഭം പദ്ധതിക്ക് തുടക്കമായി. പ്രശസ്ത സംഗീതജ്ഞൻ വെള്ളിക്കൂത്ത് വിഷ്ണുഭട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഭീമ ജ്വല്ലറി ഇൻഡസ്ട്രിയിൽ ആദ്യമായി അവതരിപ്പിക്കുന്ന കുഞ്ഞോമനകൾക്കായുള്ള പ്രത്യേക സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയായ ഭീമ സ്വർണ്ണ ആരംഭം ശിശുദിനത്തിൽ കാഞ്ഞങ്ങാട് ഭീമ ജ്വല്ലറിയിൽ തുടക്കമായി. പ്രശസ്ത സംഗീതജ്ഞൻ വെള്ളിക്കൂത്ത് വിഷ്ണുഭട്ട് ഉദ്ഘാടനം ചെയ്തു. സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്ന ഒരു ചിത്രം എന്നും നമ്മുടെ മനസ്സിലുണ്ട്. അത്തരത്തിലുള്ള ഒരു ഭീമ ജ്വല്ലറി ഇവിടെ കാഞ്ഞങ്ങാട് പ്രദേശത്ത് വന്നപ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമാണ്. അത് ഇവിടെ ഉണ്ടായിരുന്നത് ശ്യാമള ജ്വല്ലറി, അങ്ങനെയുള്ള ജ്വല്ലറികളാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു മഹാപ്രസ്ഥാനം, ഈ നല്ലൊരു പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ എൻ്റെ എല്ലാ ആശംസകളും ഞാൻ ഈ ഒരു പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. മാത്രമല്ല ഒരു ഗാനം കൂടി പാടിക്കും. പുലരണം സ്നേഹം വിരിയണം കൈകോർക്കുക നന്മ പുലരണം സ്നേഹം വിരിയണം കൈകോർക്കുക നാടിനെ പൂങ്കാവനമാക്കാൻ. മാനേജർ സനോജ് കുമാർ സ്വാഗതം പറഞ്ഞു. മാനേജർ മനോജ് കുമാർ, മാർക്കറ്റിംഗ് മാനേജർ അനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തുളസി ദാമോദര പൂജയുടെ ആഘോഷലഹരിയിൽ നാട്. ക്ഷേത്രങ്ങളിലും വീടുകളിലും തുളസി ദാമോദര പൂജ നടന്നു. ഹൊസ്ദുർഗ് ലക്ഷ്മി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ മുഖ്യപുരോഹിതൻ ബി വിഷ്ണു ആചാര്യയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. തുളസി ദേവിയെ ഭഗവാൻ മഹാവിഷ്ണു വിവാഹം കഴിക്കുന്ന സങ്കല്പവുമായി നാടെങ്ങും തുളസി പൂജ ആഘോഷിച്ചു. തുളസിത്തറ കഴുകി വൃത്തിയാക്കി വർണ്ണങ്ങൾ പൂശി പൂക്കൾ കൊണ്ടലങ്കരിച്ച് കമനീയമാക്കും. ഭഗവാൻ വിവാഹത്തിനായി തുളസിത്തറയിൽ എഴുന്നള്ളുന്നുവെന്നാണ് വിശ്വാസം. മധുരപദാർത്ഥങ്ങൾ നിവേദിച്ച് ആരതിയൊഴിഞ്ഞ് ഗോവിന്ദാവിളികളോടെ മലർ സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ പൂർണ്ണമാകും. വീടും പരിസരവും മൺചിരാതുകൾ കൊണ്ട് ദീപാലങ്കൃതമാവും. ഹോസ്ദുർഗ് ലക്ഷ്മി വെങ്കടേശ ക്ഷേത്രത്തിൽ മുഖ്യപുരോഹിതൻ ബി വിഷ്ണു ആചാര്യയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. ദേവവിഗ്രഹം കമനീയമായി അലങ്കരിച്ച് തുളസിത്തറയിൽ ആനയിച്ചതോടെ ചടങ്ങുകൾ ആരംഭിച്ചു. ഒരു വർഷത്തെ കണക്കുകൾ ക്ഷേത്ര ഭരണസമിതി അംഗം ഡി ശങ്കർ പൈ ദേവനെ വായിച്ചു കേൾപ്പിച്ചു. തുടർന്ന് നിവേദ്യവും പൂജയും നടന്നു. ക്ഷേത്ര ഭാരവാഹികളായ എച്ച് ഗുരുദത്ത് പൈ, എൻ രാമചന്ദ്ര പ്രഭു, എച്ച് ഗണേഷ് നായക് എന്നിവരും ഭക്തജനങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അടൂട്ട് ശ്രീ പണിക്കരച്ചൻ വീട് തറവാട് പുനഃപ്രതിഷ്ഠാ കളിയാട്ട മഹോത്സവം സമാപിച്ചു. സമാപന ദിവസം വിഷ്ണുമൂർത്തി കെട്ടിയാടി. മടിയൻകൂലോം ക്ഷേത്രപാലകനീശ്വരന്റെയും അടൂട്ട് മുത്തേടത്ത് കുതിര പഴയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം അവകാശിയുമായ അടൂട്ട് ശ്രീ പണിക്കരച്ചൻ വീട് തറവാട്ടിൽ പുനഃപ്രതിഷ്ഠാ കളിയാട്ട മഹോത്സവം നടന്നു. 2 ദിവസങ്ങളിലായി നടന്ന മഹോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തി. സമാപന ദിവസം വിഷ്ണുമൂർത്തി കെട്ടിയാടി. ധർമ്മദൈവത്തിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ നിരവധി പേരാണ് തറവാട് സന്നിധിയിൽ എത്തിച്ചേർന്നത്. ഭക്തർക്ക് അന്നപ്രസാദവും നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും രാഷ്ട്രശില്പിയുമായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിൽ പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യമേള നടത്തി. വിവിധ തരം ബിരിയാണികളും ചോക്ലേറ്റുകളും സലാഡുകളും നിർമ്മിക്കുന്നതിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മത്സരിച്ചു. ഭക്ഷ്യമേളയുടെ ഭാഗമായി ഹൈസ്കൂൾ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായാണ് മത്സരങ്ങൾ നടത്തിയത്. വിദ്യാർത്ഥികൾക്ക് സലാഡ് നിർമ്മാണവും ആരോഗ്യപരമായ ലഘു പലഹാര നിർമ്മാണവുമാണ് ലൈവ് മത്സരങ്ങളായി ഉണ്ടായത്. രക്ഷിതാക്കൾക്ക് വെജ്, നോൺ വെജ് ബിരിയാണി നിർമ്മിച്ച് ഭക്ഷ്യമേളയിൽ എത്തിക്കുക എന്നതായിരുന്നു മത്സരം. രക്ഷിതാക്കളുടെ വിഭാഗത്തിൽ ചിക്കൻ ഗ്രീൻ ടിക്ക ബിരിയാണി, കാടമുട്ട കിഴി ബിരിയാണി, ഗുലാബ് ജാം, മാങ്ങ ചട്നി, ലിവർ ബിരിയാണി, സലാഡ്, പുതിന ചട്നി എന്നിവ അവർ ഉണ്ടാക്കിയപ്പോൾ പെൺകുട്ടികളാവട്ടെ കൊയില പീസ്, ഡോണറ്റ്, ചോക്ലേറ്റ് ബ്രൗണി എന്നിവയും റഷ്യൻ സലാഡ്, വെജിറ്റബിൾ സലാഡ്, അമൃതപ്പൊടി ലഡുവും ഉണ്ടാക്കി. 8ാം തരത്തിൽ ആൺകുട്ടികളുടെ നേതൃത്വത്തിൽ ബട്ടർ കുക്കീസ്, ചോക്ലേറ്റ് കുംസ്, കായ കുംസ് തുടങ്ങിയവയാണ് തയ്യാറാക്കിയത്. സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് TMC കുഞ്ഞബ്ദുള്ള ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന്റെ ഭാഗമായി ഇവിടെ നടത്തപ്പെടുന്ന പാചക വൈദഗ്ധ്യം തെളിയിക്കാനുള്ള നിങ്ങൾക്ക് വേണ്ടിയുള്ള സന്ദർഭം ഒരുക്കി തന്ന അധ്യാപകന്മാർക്കും സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുന്നതോടൊപ്പം നിങ്ങളുടെ കഴിവ് ഇതിൽ കൂടി തെളിയിക്കാനുള്ള അവസരം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിച്ചു നിർത്തുന്നു. ജയ്. സ്കൂൾ പ്രധാനാധ്യാപകൻ MC ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ C പ്രമോദ്, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ P ഈശ്വരൻ നമ്പൂതിരി, P ഹരീന്ദ്രൻ, VK ശശികല, K പ്രകാശ്, M ആയിഷ, AV ഇസ്മായിൽ, കോർഡിനേറ്റർമാരായ P പ്രീന, PV ശ്യാംപ്രസാദ് എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കൈപുണ്യം രുചിച്ചറിഞ്ഞ് വിധി നിർണയത്തിന് ജോബി എബ്രഹാം, LK ഇബ്രാഹിം, MM മധുസൂദനൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹോസ്ദുർഗ് സബ് ജില്ലാ സ്കൂൾ കലോത്സവ സ്റ്റേജ് മത്സരങ്ങൾക്ക് മാലക്കല്ലിൽ 18-ന് തുടക്കമാവും. 3 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ 3500ഓളം പ്രതിഭകൾ മാറ്റുരയ്ക്കും. 71ാമത് സഹകരണ വാരാഘോഷത്തിന് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. ശിശുദിനാചരണം കാസർഗോഡ് ജില്ലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. KCB ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ജനറൽ ബോഡി യോഗം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്നു. ആർട്ട് ഫോറം കാഞ്ഞങ്ങാട് സംഘടിപ്പിക്കുന്ന നാടകോത്സവത്തിന് നവംബർ 17-ന് തുടക്കമാവും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കുട്ടി പോലീസ് സംഘം പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകളാണ് ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചുമട്ടുതൊഴിലാളികൾ കാഞ്ഞങ്ങാട് ക്ഷേമനിധി ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. അടോട്ട് ശ്രീ പണിക്കറച്ചൻ വീട് തറവാട് പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവം സമാപിച്ചു. വിഷ്ണുമൂർത്തി കെട്ടിയാടി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.